ഇതിൻ്റെ സബ്വൂഫർ വർക്ക് ചെയ്യുന്നില്ല. ബോർഡിലെ കംപ്ലൈൻ്റ് ആണോ ഊഫർ പോയതാണോ നമ്മൾ നോക്കുവാണ്. എല്ലാം ഒന്ന് മെഷീനായിട്ട് പോരിയായിരുന്നു മനസ്സിലായല്ലോ. ഇതൊക്കെ കൈകൊണ്ട് തന്നെ വേണം. പാടാണ്. ഓ, ഇതിനകത്തെന്നാ ഇത്? എലി എലി ഇങ്ങോട്ട് നോക്കിയോ, നല്ലപോലെ പിടിച്ചോ. എലി കയറി. ചക്കക്കുരുവോ? ആ, ചക്കക്കുരു. ചക്കക്കുരു എല്ലാം എടുത്ത് കൊണ്ടാണ് കൂട് കൂട്ടി വെച്ചേക്കുന്നു. പിന്നെ വേറെ ഏതാണ്ട് അരികളെല്ലാം കൊണ്ടുവന്ന് വെച്ചേക്കുന്നു. കടലാസ് കഷ്ണം എലിയുടെ കൂടായിരുന്നു. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇത് ഞാൻ കൊണ്ട് പുറത്ത് കളയാം. മറ്റേ വാക്യങ്ങളെല്ലാം അങ്ങ് പിടിച്ചാൽ മതി. അല്ല, ഇത് മുഴുവനോടെ കൊണ്ടുപോകും. സ്പീക്കർ ഞറക്കി വെച്ചിരിക്കുക. വാക്യങ്ങൾ അതിനത് മതി. മതി. ഇത് 3 IC ആണുള്ളത്. ഇത് 2 ചാനലിൻ്റെ സറൗണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ, ഇത് നമുക്ക് സറൗണ്ടിൻ്റെ, ഇത് സബ് വൂഫറിൻ്റെയും സെൻറ്ററിൻ്റെയും കൂടെ ഒക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അത് ഷോർട്ടിങ് ആയിരുന്നു, എലി കയറി എല്ലാം കട്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ കംപ്ലൈൻ്റ് എല്ലാം തീർത്തിട്ടുണ്ട്. ഇനി എല്ലാം കണക്ട് ചെയ്ത് റെഡിയാക്കിയാൽ മതി. സെബ്രോണിക്കിൻ്റെ മൊത്തം IC പോയ 1-2 സെറ്റുകൾ നമ്മുടെ ഇരിപ്പുണ്ട്. അതൊരു ഇച്ചിരി പ്രശ്നമുണ്ട്. അതിൻ്റെ സോഫ്റ്റ്വെയറും കൂടെ ചെയ്യണം. അവിടെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് വിടാം. അല്ലെ ഫുൾ ബോർഡ് മാറേണ്ടി വരും. ഇത് ഊഫർ മാത്രമേ വലിയ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈസി ആയിരുന്നു. മറ്റേ ടോട്ടലി ഡെഡാണ്, അതാണ് അതിൻ്റെ പ്രശ്നം. ടോട്ടലി വരുമ്പോൾ സോഫ്റ്റ്വെയർ പ്രശ്നമാണ് വരുന്നത്. അപ്പോൾ അത് പെൻഡിങ്ങിനും വരും. ഓരോ കംപ്ലൈൻ്റ് അനുസരിച്ചാണ് ഓരോ പ്രശ്നങ്ങൾ വരുന്നത്. നമ്മളെല്ലാ സെറ്റുകളും വരുമ്പോൾ തന്നെ അധികം താമസിക്കാതെ തന്നെ നമ്മൾ നോക്കാറുണ്ട്. നോക്കുമ്പോൾ എന്തെങ്കിലും ഇതുപോലെ തലവേദന എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതാണെങ്കിൽ മാത്രമേ നമ്മളത് പെൻഡിങ് പിന്നെ വിടത്തുള്ളൂ. അല്ലാത്ത എല്ലാ സെറ്റും നമ്മൾ റെഡിയാക്കി വിടുന്നുണ്ട്.
അപ്പോൾ നിങ്ങളുടെ സെറ്റ് റെഡിയാകുന്നില്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ആരെയും നമ്മൾ മനഃപൂർവ്വം താമസിപ്പിക്കാറില്ല. പിന്നെ ഒരിക്കൽ പെൻഡിങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്പെയർ കിട്ടാനും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലാതെ ആർക്കെങ്കിലും വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ അന്നേരം തന്നെ റിട്ടേൺ ചെയ്യാറുണ്ട്. റിട്ടേൺ ചെയ്യേണ്ടവർക്ക് അപ്പോൾ പറഞ്ഞാൽ വേണമെങ്കിൽ റിട്ടേൺ ചെയ്യാം. ഇത് ഒപ്റ്റിക്കലിൻ്റെ ഉണ്ട്, ARC ഇൻപുട്ട് ഉണ്ട്, സാധാരണ അനലോഗിൻ്റെ ഉണ്ട്. നല്ല ഒരു സെറ്റാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം പവറൊക്കെ ഉള്ള സാധനമാണ്. സെബ്രോണിക്സ് വിലയും കുറവുണ്ട്, ഗുണവും കുറവുണ്ട്. കണ്ടന വിലയും മെച്ചം, ഗുണവും മെച്ചം എന്ന് പറഞ്ഞു. അപ്പോൾ സ്കൂട്ടർ ഒന്ന് പഠിച്ചു നോക്കിയിട്ട് ഇട്ടേക്കാം. എല്ലാം റെഡിയായിട്ട് കാണും. ഓക്കെ, ഒരു സ്പീക്കർ. എല്ലാം മറിക്കുക. ഓക്കെ, അതോ മതിയല്ലോ. കോപ്പിറൈറ്റ് സ്റ്റോപ്പ് ചെയ്തു. ഇത് ഈടിപ്പൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്രൂ ചെയ്യാം. നമ്മുടെ സെറ്റിൻ്റെ പണിയെല്ലാം തീർന്നിരിക്കുകയാണ്. സെബ്രോണിക് ജൂബ് ബാർ 9400. അപ്പോൾ എൻ്റെ കസ്റ്റമർ വന്നിട്ടുണ്ട്. അയാൾക്ക് അതെല്ലാം സെറ്റെല്ലാം വെച്ച് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഇതാണ് അതിൻ്റെ ഇത്. എല്ലാ സ്പീക്കറും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. അതിൻ്റെ ഒരു സ്പീക്കർ കൊണ്ടുവന്നിട്ടുണ്ട്. സബ് ഊഫർ വർക്ക് ചെയ്യുന്നുണ്ട്. പെൻഡ്രൈവാണ് ഇട്ടിരിക്കുന്നത്. ഈ സെബ്രോണിക്സും ബോട്ടും ഒക്കെ ഒരേ ടൈപ്പ് ബോർഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് കോമൺ ആയിട്ട് ഇതിൻ്റെ ആംപ്ലിഫയർ ബോർഡിന് കംപ്ലൈൻ്റ് ഉണ്ട്. സ്പെയറൊക്കെ കിട്ടാൻ ഇച്ചിരി പാടുമാണ്. നമ്മൾ കുറച്ചൊക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു പിന്നെ സെബ്രോണിക്സ് തന്നെയാണ്, രണ്ടും ഒരേപോലത്തെയാണ്. അപ്പം നമ്മുടെ ഈ ചാനലിൽ ഇങ്ങനെയുള്ള വീഡിയോസാണ് നമ്മൾ ഇടുന്നത്. അപ്പം നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് തുടർന്നും എല്ലാ വീഡിയോകളും വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും കാണുകയും ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ വോയിസ് ചെക്കിങ്ങിലേക്ക് പോവാം. അതിനുശേഷം നമുക്ക് ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കാം. അതിൻ്റെ വോയിസ് ചെക്കിലേക്ക് പോവാം. പാൽവർണ്ണ കുതിരമേലിരുന്നൊരു തന്നെ നായടൻ മനസ്സുകൊണ്ടൊരുക്കമായി
കണ്ടു ഒരു ഉപയോഗിക്കാത്തപ്പോഴേ അവരിവിടെ ഒരു എന്തോ സാധനം എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നു, ഒരു എലി കയറാതെ. ആ, സോണിയുടെ സെറ്റല്ലേ ഞാൻ കണ്ടേ, അതൊരു പിഞ്ഞാണം എടുത്താണ് വെച്ചിരുന്നത്. അതിനൊരു വട്ടമല്ല, ആ സെറ്റിൻ്റെ ഫ്രണ്ടിലൊരു പിഞ്ഞാണം. ഞാൻ ആ വീട്ടിൽ ചെന്ന്, നമ്മുടെ ഒരു ബന്ധുവീടാണ്, അവിടെ ചെന്ന് ഇരുന്നപ്പോൾ തൊട്ട് ഞാൻ ആ സെറ്റ്